അസ്സലാമലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈമൂൻസ് കിച്ചൺ. മൈമൂൻസ് കിച്ചൺ പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഹായ് ഫുഡി ഫ്രണ്ട്സ്. അപ്പം ഞാനിന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് ഡെസേർട്ടാണ്. പാർട്ടിയിൽ വിളമ്പാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡെസേർട്ടാണിത്. ഇന്നലെ ഒരു ഡിന്നർ പാർട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണിത്. വളരെ ഈസിയാണ്. ചോക്ലേറ്റ് കേക്ക് വിത്ത് ഫിർണിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കണം, അതുപോലെ ഒരു സ്വീറ്റ് കസ്റ്റേർഡും ഉണ്ടാക്കണം. കുറച്ച് നട്ട്സോ ഫ്രൂട്ട്സോ വെച്ചിട്ട് നമുക്കിത് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഈ യമ്മി ഡെലീഷ്യസ് മൗത്ത് വാട്ടറിങ് കേക്ക് ഫിർണി ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്നലെ ചെറിയൊരു പാർട്ടി ആയിരുന്നു, അപ്പോൾ അതിനുണ്ടാക്കിയ ആ ഒരു റെസിപ്പീസൊക്കെയും ഞാൻ അടുത്ത് തന്നെ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കേക്ക് ഉണ്ടാക്കാം. ഞാനിപ്പം ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പം ഒരു ടീ കപ്പ് മൈദയിലേക്ക് 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. ഒന്ന് അരിച്ചെടുക്കാം, അപ്പോൾ എല്ലാം കൂടെ ഈവൻലി നമുക്ക് മിക്സായി കിട്ടും. അങ്ങനെ ഞാനിപ്പം കൊക്കോ പൗഡറും മൈദയും കൂടെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. ഞാനിപ്പം 3 മുട്ടക്കാണ് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 3 മുട്ട ഉടച്ചിടാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം. എന്നിട്ട് നന്നായി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർക്കുന്നത് ആ ഒരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പം നമ്മൾ എന്ത് സ്വീറ്റ് ഉണ്ടാക്കുമ്പോഴും ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഇത് നന്നായി അടിച്ച് പതപ്പിച്ചെടുക്കാം. പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായി ഇതൊന്ന് ഫ്ലഫി ആക്കി എടുക്കണം. ലോ സ്പീഡിൽ തുടങ്ങി ഹൈ സ്പീഡിലാക്കി നമ്മളിത് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ മുട്ടയുടെ ബാറ്റർ നേർമയായ കളറായിട്ട് ലൈറ്റ് യെല്ലോ കളറായിട്ട് വരും. അതുപോലെ തന്നെ ഡബിൾ സൈസിൽ നന്നായി പൊങ്ങി ഫ്ലഫി ആയി കിട്ടുകയും ചെയ്യും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നന്നായി ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5-2 ടേബിൾ സ്പൂണോളം ബ്രൂ കോഫി ലിക്വിഡ് ചേർത്ത് കൊടുക്കുകയാണ്. കോഫിയുടെ ആ ഒരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഈ കേക്കിന്. ഇനി ഒന്നുകൂടെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം ഇപ്പം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ അരിച്ചെടുത്തിട്ടുള്ള കൊക്കോ മൈദ മിക്സ് ഉണ്ടല്ലോ, ആ പൗഡർ ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം നമ്മളിത് മിക്സ് ആക്കി എടുക്കാൻ. പിന്നെ ഇനി നമ്മൾ ബീറ്റർ യൂസ് ചെയ്യണം എന്നില്ല. ഒരു സ്പെറ്റുല വെച്ചുകൊണ്ട്, ഒരു റബ്ബർ ഒരു സ്പൂണ് വെച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഒരുമിച്ച് നമ്മൾ പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ കട്ട പിടിച്ചു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കുറച്ചായിട്ട് പൗഡർ ചേർത്തിട്ട് സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇപ്പം നമ്മുടെ ബാറ്റർ ഏകദേശം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു കേക്ക് ടീനിലേക്ക് മാറ്റി ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പം ഓവൽ ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി നമുക്കൊന്ന് നെയ്യ് പുരട്ടി വെക്കാം. എന്നിട്ട് ഈ ബൗളിലേക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഓവണിലല്ലാതെ നോൺ സ്റ്റിക്ക് പാനിൽ കുക്ക് ചെയ്തെടുക്കാം, അല്ലാതെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പം ഓവണിലാണ് ചെയ്യുന്നത്. പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവണിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ്സ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നോൺ സ്റ്റിക്ക് പാനിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ സ്റ്റീം ചെയ്തെടുക്കുന്നതാണെങ്കിലും സ്റ്റീമറിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കേക്ക് ബേക്ക് ആവുന്ന സമയം നമുക്കൊരു മിൽക്ക് കസ്റ്റേർഡ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം കസ്റ്റേർഡ് പൗഡർ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1 ലിറ്റർ പാല്, അതായത് 2 പാക്കറ്റ് പാല് ഞാനിപ്പം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീ കപ്പോളം പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കേക്ക് ഫിർണി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊന്ന് തണുക്കാനായിട്ട് വെക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു മധുരം കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും. തണുക്കുമ്പോൾ മധുരം കുറയും. അപ്പോൾ എന്ത് ചെയ്യാം, ആ സ്വീറ്റ് ബാലൻസ് ചെയ്യാൻ കുറച്ച് അധികം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. മിക്സ് ആക്കുമ്പോൾ പഞ്ചസാരയിൽ നിന്ന് ചെറിയ ചെറിയ അഴുക്കുകളോ പൊടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കണം. ഞാനിപ്പോൾ അങ്ങനെ അരിച്ചെടുത്തിട്ട് ഇത് അടുപ്പിലേക്ക് മാറ്റുകയാണ്. ഒന്ന് നന്നായി നമുക്കിത് എന്ത് ചെയ്യാം, ചൂടാക്കി കുറുക്കിയെടുക്കണം. അപ്പോൾ ഈ പാല് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഞാനിപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഈ പാല് മിക്സ് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ചെറുതായി ഒന്ന് കുറുകി വരുന്നുണ്ട്. ഞാനിപ്പോൾ ഈ സമയം ഒരു 2-3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് പാൽപ്പൊടി ഒന്ന് പാലിൽ മിക്സ് ആക്കിയിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി.
ഒരു ടേസ്റ്റിന് ജസ്റ്റ് ഒരു ഫ്ലേവറും ടേസ്റ്റും കൂടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചേർക്കുന്നത്. ഇതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനൊരു 5-8 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നന്നായി ഇതിപ്പോൾ കട്ടിയായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. ആവശ്യത്തിന് വെന്ത് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, കുറച്ച് എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവറിലുള്ള എസൻസ് ആണ് ചേർക്കുന്നത്. നമുക്കല്ലാതെ വേണമെങ്കിൽ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇതൊന്ന് സൈഡിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ കേക്ക് ഇപ്പോൾ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചൂടാറാനായിട്ട് വെച്ച ശേഷം ഈ കേക്കിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള മിൽക്ക് കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റർഡ് മുഴുവനായും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കിയ കസ്റ്റർഡിൽ കുറച്ച് കസ്റ്റർഡ് ബാക്കി വന്നിട്ടുണ്ട്. അത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ സെറ്റാകാനായി വെച്ചിട്ടുണ്ട്. കസ്റ്റർഡ് മുകളിൽ ഒഴിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പം നട്ട്സ് വെച്ചുകൊണ്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്. അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്താഷ്യോ ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്തിട്ട് മുകളിൽ വിതറി കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് അലങ്കരിക്കാം കേട്ടോ. നട്ട്സ് അല്ലാതെ നമുക്ക് ഫ്രൂട്ട്സ് വെച്ചുകൊണ്ടും ഇങ്ങനെ ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ മുകളിൽ കുറച്ച് ഗ്രീൻ ടൂട്ടി ഫ്രൂട്ടി കൂടെ വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ഗാർണിഷിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ സമയം ഉച്ചയായിട്ടേ ഉള്ളൂ. എനിക്ക് രാത്രി കേക്കാണല്ലോ വേണ്ടത്. അതുവരെ ഞാനിപ്പം ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത്രയും സമയമൊന്നും വെക്കുന്നില്ലെങ്കിലും മിനിമം ഒരു 2 hours എങ്കിലും നമുക്ക് ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വെക്കാം. എന്നിട്ട് പുറത്തെടുത്ത് കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പം ഡെസേർട്ട് ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചോക്ലേറ്റ് ഫിർനി എല്ലാവരും വീഡിയോ കണ്ടല്ലോ. ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂലേ അല്ലേ? അപ്പോൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്സും എന്നെ കമൻറ്റിലൂടെയും മെയിലിലൂടെയും അറിയിക്കണം. അതുപോലെ നിങ്ങൾ എൻ്റെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോസും ഫോട്ടോസൊക്കെ എനിക്ക് മെയിലിലേക്ക് അയക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദാൻ ടേക്ക് കെയർ ആൻഡ് ബൈ.